ദേവേന്ദ്രൻ നമ്മുടെ ഈ നാട്ടില് പുഷ്യരാഗം തേടി വന്നു. എന്നിട്ട് അച്ഛനെ കൊന്ന കുറ്റബോധത്തില് വരവും കൊടുത്തിട്ട് ആകാശത്തേക്ക് പറന്നുപോയി. അല്ലേ? എടാ വൈശാഖ, ഇത്രയും നാൾ പുറത്തിറങ്ങാനായിട്ട് നിന്റെ നെള്ളു തപ്പി ഇടുന്നവനായി ജയേഷ്. പക്ഷെ ഇനി ഏത് പാതിരാത്രി വേണമെങ്കിലും ജയേഷ് പുറത്തു പോകും. ഏത് എംബ്രാമ്പറമ്പ് വഴി വേണമെങ്കിലും പോകും. എവിടെയോ നിന്ന് കയറിയിട്ട് താടിയും മുടിയും കത്തിച്ചിട്ട് വന്നേക്കോ പാട്ടി. വൈശാഖ, ഞാൻ പോയിട്ട് നീ എന്നെ തിരിച്ചു വിളിക്കാത്ത? എന്താടാ? നീ ആ നായ്ക്കളെ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? നീ എന്ത് കണ്ടാ പേടിച്ചത്? അല്ല, ആ പട്ടി രാത്രിയിൽ നീ തനിച്ചു പോകുമ്പോൾ കേൾക്കാറുണ്ടെന്ന് പറയുന്ന നായയുടെ മുരൾച്ച ഒരു സാധാരണ നായുടേതല്ല. പിന്നെ അതാണ് കൈതയെ ഉമിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ താന്ത്രിയുടെ വേട്ട നായ്ക്കൾ. എന്തൊക്കെയാ വൈശാഖായി പറയുന്നേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സംഭവത്തിലെ നായ്ക്കള് ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുവാന്നോ? നമ്മുടെ അല്ല, നിന്റെ. വാവിട്ട് കേഴുന്ന ദേവഗണങ്ങൾ ആളെ തിരയുന്ന സമയം ശിവൻകുട്ടിയുടെ അച്ഛനെ കൊന്ന നമ്മുടെ നാട്ടിലെങ്ങും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ നാടിന്റെ ശാപമായ അറുകൊല. വയൽപക്കത്ത് മാറിന്റെ കരയിലൊക്കെ എല്ലാരും കണ്ടു എന്ന് പറയുന്ന ഇന്നാട്ടിലെ തേവരുടെ തേര്. ഇന്നലെ വരെ ഇതൊക്കെ എനിക്ക് വെറും കെട്ടുകഥകളായിരുന്നു. നിന്നെ വീട്ടിൽ വിട്ട് മടങ്ങി വരുന്നവര് മാത്രം. അത് കഴിഞ്ഞ് എന്താ പറ്റിയേ? വരുന്ന വഴിയില് ഞാനൊരു മായക്കാഴ്ച കണ്ടു. ഒരു കാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു കാഴ്ച, അതിനുള്ളിൽ വേറൊരു കാഴ്ച. മുത്തശ്ശി പറഞ്ഞ കഥകളും നമ്മൾ ഈ നാടിനെ പറ്റി അറിഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊക്കെ എന്ത് ബന്ധമുണ്ട്? ഒടുക്കം അയാളും വന്നു. ആരാടാ അത്? വാവിട്ട് കേഴുന്ന ദേവഗണങ്ങളുടെ ഭൂമിയിലെ കാവൽക്കാരൻ, ജീവനും മരണവുമില്ലാത്ത മായാരൂപൻ.
സമയമായി പാർത്ത. 17 അല്ല 16 ദിവസമേ ഉള്ളൂ നമുക്ക്. അമാന്തിക്കരുത്. ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാനുള്ള സമയം പോലുമില്ല. എന്തിന്? അറിഞ്ഞില്ലേ? വാവിട്ട് കരയ. അങ്ങ് ദൂരെ പാതാളക്കുഴി. ഒരു കയ്യബദ്ധത്തിൽ വീണ് പോയ കല്ല് വീണ്ടെടുക്കാതെ ആ കരച്ചിൽ നിർത്തില്ല. കല്ലോ? നിങ്ങൾ ആരാ? ഈ കൺകെട്ടും പ്രശ്നമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അറിയാം, ഭയക്കില്ല, വിശ്വസിക്കത്തുമില്ല. പക്ഷെ നീ അറിയാതെ നിയോഗം നിന്നിലേക്ക് എത്തുവാണല്ലോ വൈശാഖ. നീ മാത്രമല്ല, നിഴല് പോലുള്ള നിന്റെ കൂട്ടുകാരനും. പക്ഷേ എല്ലാം കാണാനുള്ള ധൈര്യം അവനില്ലാതെ പോയി. പാവം. പക്ഷേ ഈ കണ്ട കൺകെട്ടുകളൊക്കെ കണ്ടിട്ടും നീ ഇപ്പോഴും നിൽക്കുകയല്ലേ? വാവിട്ട് കീഴുന്ന ഭൂതഗണങ്ങൾ ആളെ തിരയുന്ന സമയം. പഞ്ചഭൂതങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ടവർ പല ജന്മങ്ങളിലായി നിയോഗം മുറതെറ്റാതെ ചെയ്തു തീർക്കുന്നവർ. ഈ ജന്മത്തിൽ നിനക്കും അതിനുള്ള സമയമായി വൈശാഖ. 2 നാൾ മുമ്പ് നിന്റെ കൂട്ടുകാരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലം. ഇന്ന് നിന്റെ കണ്ണുകളെ അമ്പരിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ച അഗ്നി. ഇനി കൂടെ നിൽക്കാൻ വായുവും ഭൂമിയും, ഒപ്പം കാലമാകുന്ന ഞാനും. പക്ഷേ സംവത്സരങ്ങളായി ഒരാൾ മാത്രം കുരുക്കിലാണ്, മനുഷ്യന്റെ കാൽച്ചുവട്ടിലാണ്. നിങ്ങൾ അവളെ മോചിപ്പിക്കണം. മുനിയാടിന്റെ ശാപം മായ്ക്കണം. മുന്നോട്ടുള്ള വഴിയെ ഓരോന്നും നിന്റെ മുന്നിൽ തെളിഞ്ഞു വരും. പുതിയ മുഖങ്ങൾ നിന്നിലേക്കെത്തും. നീ പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിന്നെ കൊണ്ട് ചെയ്യിക്കും. അതാണ് കാലം. ഇന്നേക്ക് 16-ാം നാൾ, ഈ യുഗത്തിലെ ഘോരകാന്തിക സംഭവം. അന്ന് നിങ്ങൾ പ്രവർത്തിക്കണം. അതിലേക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ നിന്റെ മുന്നിൽ തെളിഞ്ഞു വരും. ഓരോരോ മുഖങ്ങളായി, ഓരോരോ കർമ്മങ്ങളായി നീ ഓരോന്നും ചെയ്തു തീർക്കണം. നിന്റെ കൂട്ടുകാരനുമൊപ്പം കാന്തിക ബന്ധനത്തിൽ ശിലയായി മാറിയവളെ നിങ്ങൾ രക്ഷിക്കണം. ഈ നാടിൻ്റെ മേൽ അന്ന് വീണ ശാപക്കറം മായ്ക്കണം. ഈ ജന്മത്തിലെ നിങ്ങളുടെ നിയോഗം തുടങ്ങുകയായി വൈശാഖ. ചെന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ. പോകുന്ന വഴിയിൽ വീണ്ടും ഞാൻ നിങ്ങളെ കാണും. നിങ്ങൾ ആരാന്നൊന്ന് പറയൂ? ഞാൻ ഭൂമിയിലെ ദേവഗണങ്ങളുടെ കാവൽക്കാരൻ, മായാരൂപനെന്ന് വിളിച്ചോളൂ. നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് വല്ല ബോധമുണ്ടോ വൈശാഖ? സിനിമയിൽ പോലും കാണാത്ത മാതിരി ഡയലോഗും പറഞ്ഞുകൊണ്ട് വരുവാ. അയാൾ പറഞ്ഞതുപോലെ ദേവഗണങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്.
ഈ 2 ദിവസങ്ങളായി നമുക്ക് മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന മായാരൂപങ്ങൾ അതിന് തെളിവാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യൂടാ? നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. ഇതൊക്കെ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും? ഇന്നലെ വരെ കെട്ടുകഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ പോലും വിശ്വസിക്കില്ല. പഞ്ചമി നാളിലെ 40 നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഘോരകാന്തിക സംഭവം. എല്ലാ ഗണങ്ങളും കാത്തിരുന്ന സമയം. നമ്മുടെ എല്ലാ സംശയത്തിനുമുള്ള ഉത്തരം അന്ന് നമുക്ക് ലഭിക്കും.